C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ അമ്മ ഇത്? അമ്മയായോ ഇപ്പൊ വക്കീല്? എന്തിനാ ഏട്ടനെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്? ആക്സിഡന്റ് ഉണ്ടായിട്ട് ക്ഷീണിച്ച് നിൽക്കുവല്ലേ പാവം. ആക്സിഡന്റ് അതൊക്കെ വെറുണ്ടാവല്ലേ. തൽക്കാലം ഈ നടക്കുന്നത് വിചാരണയാണെന്ന് തന്നെ അങ്ങ് കൂട്ടിക്കും. എന്റെ നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ ഇത്. ഇവൻ പറയുന്നത് കള്ളമാണെങ്കിൽ അപ്പോ ഒരു വിധി തീർപ്പ് ഉണ്ടാക്കും ഞാൻ. ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? അമ്മയുടെ സംശയമെല്ലാം ഇപ്പൊ തന്നെ തീർത്തേക്കാൻ ഞാൻ കേസ് കഴിഞ്ഞ് തിരികെ വന്ന് കോടതിയിൽ നിന്ന് ബൈക്ക് എടുത്തപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. വണ്ടി നന്നാക്കാൻ വേണ്ടി കൊടുത്ത ഒരു ജൂനിയർ വക്കീലിന്റെ കയ്യിലാണ്. വർക്ക്ഷോപ്പിന്റെ പേര് അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ വിളിച്ചു ചോദിച്ചിട്ട് പറയാം. എന്താ വേണോ? വേണമെന്നില്ല. എപ്പോഴായിരുന്നു സംഭവം എന്ന് പറഞ്ഞാ മതി. ഉച്ചക്കൊരു 2:45 കാണും. ഏത് ഡോക്ടറാ ട്രീറ്റ് ചെയ്തത്? ആ ചോദ്യത്തിന് ഇനി മറുപടി പറഞ്ഞില്ല നീ. അതൊരു ഡോക്ടറൊന്നുമല്ല, അടുത്തുള്ള ക്ലിനിക്കിൽ കയറി ഫസ്റ്റ് എയ്ഡ് ചെയ്തു. ക്ലിനിക്കിലെ നഴ്സിന്റെ പേര് ഞാൻ അന്വേഷിച്ചില്ല. ഇനിയിപ്പോ അതും വേണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. വേണ്ട, ക്ലിനിക്കിലേക്ക് കൂടെ വന്നിട്ടുണ്ടാവുമല്ലോ നിന്റെ ജൂനിയേഴ്സ്. 1-2 പേരുണ്ടായിരുന്നു. ഇനിയിപ്പോ അവരുടെ പേര് കൂടി അറിയണോ? പറഞ്ഞുതരാം. ഇനിയെങ്കിലും അർജുനേട്ടനെ ഒന്ന് വിടമ്മേ. പാവം പോയി റെസ്റ്റ് എടുക്കട്ടെ. എന്റെ മകൻ നല്ലൊരു നടനാണ്, പക്ഷേ ഒരു മോശം വക്കീലും. എടാ, ഒരു സമർത്ഥനായ അഡ്വക്കേറ്റ് സ്വന്തം കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോ വ്യാജ തെളിവുകൾ ചമയ്ക്കുകയും കള്ളസാക്ഷികളെ നിരത്തുകയും ചെയ്തെന്നിരിക്കും. എല്ലാവരും അല്ല, കുറച്ചുപേര് മാത്രം. ഇവിടെ പക്ഷേ നിനക്ക് സ്വന്തം രക്ഷയ്ക്ക് പോലും ഇതൊന്നും ചെയ്യാനാവുന്നില്ലല്ലോ. കേസ് ആദ്യ റൗണ്ടിൽ തന്നെ നീ തോറ്റു കഴിഞ്ഞല്ലോ. അമ്മ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അതെന്താ മനസ്സിലാവാത്തെ? നീ പറഞ്ഞതൊക്കെ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ അത്രയ്ക്ക് മണ്ടിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഒന്നും അല്ലെങ്കിലും നിന്റെ അമ്മയല്ലേടാ ഞാൻ, നിന്നെ പ്രസവിച്ച സ്ത്രീ. നിന്റെ കണ്ണിമയൊന്ന് അനങ്ങിയാൽ, പുരികക്കൊടിയൊന്ന് വെട്ടിയാൽ അതിന്റെ അർത്ഥം അറിയാം എനിക്ക്. അന്നും ഇന്നും എന്നും. ഈ അമ്മ എന്താ ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ സംസാരിക്കുന്നേ? തെറ്റ് ചെയ്തത് നീയല്ലടാ, ഈ ഞാനാ. നിന്നെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു പോയി. അതാ ഞാൻ ചെയ്ത തെറ്റ്. നിന്നിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടായിരുന്നു. സത്യഭാമ നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന ഒരു കംപ്ലൈന്റുമായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയതും പരാതിപ്പെട്ടതും. പക്ഷെ നീ പോയത് സ്വമനസാലയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അവിടെ ഞാനങ്ങ് തോറ്റു. എന്താ അമ്മയെ പറയുന്നതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിനക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. നിന്റെ ഏട്ടനെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാനും നീയും എന്തുമാത്രം മനസ്സുരുകിയതാ ഇവിടെ. പക്ഷേ നമ്മളെ രണ്ടാളെയും വിഡ്ഢികളാക്കുകയായിരുന്നു നിന്റെ ഈ ഏട്ടൻ. ഒന്നാന്തരം ഒരു നാടകം കളി. നാടകം കളിയോ? അതെ. റെയ്ഡിന് പോലീസുകാരെയും കൊണ്ട് ഞാൻ സത്യഭാമയുടെ വീട്ടിൽ ചെല്ലുമ്പോ ഇവൻ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇവൻ എങ്ങനെയോ പോലീസിന്റെ കണ്ണു വെട്ടിച്ചു. ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോ സാറിന്റെ ശബ്ദത്തിൽ ഒരു ഹൃദയം തുടിക്കുന്നത് എനിക്ക് കേൾക്കായിരുന്നു. താനത് കേട്ടോ? കേട്ടു. എനിക്കറിയായിരുന്നു എന്നെ അന്വേഷിച്ച് സാർ ഇങ്ങോട്ട് വരുമെന്ന്. അപ്പോഴെനിക്ക് തോന്നി, അങ്ങനെ ഒരു മണ്ടൻ തീരുമാനം എടുത്തതിന്, സാറിനെ അത്രയും വേദനിപ്പിച്ചതിന് ഈ രാത്രി തന്നെ എനിക്ക് നേരിട്ട് മാപ്പ് ചോദിക്കണമെന്ന്. അതിനുവേണ്ടിയാ ഞാനിവിടെ ഇത്രയും നേരം കാത്തിരുന്നത്. ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ. എന്നെ എന്തിനാ സാറ് ഇത്രയും ഇഷ്ടപ്പെടുന്നത്? നീ എന്റെ പെണ്ണായതുകൊണ്ട്. എന്റേത് മാത്രമായ പെണ്ണാണ് നീ. ഒരു മരണത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഒരു കാലത്തും. പറുത ഇട്ടിട്ടുള്ള നിന്റെ അഭിനയം കലക്കി മോളെ. അല്ല, നീ എന്തിട്ടാലും സുന്ദരിയാണല്ലോ. ഒടിയന്റെ അടുത്ത് മായം കാണിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ?
അതുപോലെയല്ലേ നീ എന്റെ അമ്മയൊക്കെ ഒളിപ്പിച്ചത്? ചിന്തിരി സത്യമല്ലേ? ആരാ മനസ്സിലായില്ല? ഞങ്ങള് ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ ഭാരവാഹികളാ. ഓ, ഞാൻ സെക്രട്ടറി ദേവരാജൻ, ഇത് പ്രസിഡന്റ് ഡോക്ടർ പ്രസാദ് ചന്ദ്രൻ. ഓ നമസ്കാരം. വരണം അമ്മ എത്തുന്നുണ്ട്. അച്ഛാ നമസ്കാരം. ഇതച്ഛാ ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ ആൾക്കാരാ. അറിയാം, ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പും. ഇങ്ങോട്ടിരിക്കാം. ഇപ്പോ അസുഖമൊക്കെ ഭേദമുണ്ട്. ഇപ്പൊ ആയുർവേദത്തിലേക്ക് മാറി. അതേ ഉള്ളു രക്ഷ. അല്ല, ഇത് ആരൊക്കെയാ? ദേവനും പ്രസാദവും. ഒരുപാട് നാളായാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ആ പരിഭവം അങ്ങോട്ട് പറയാനാ ഞങ്ങൾ വന്നത്. ക്ലബിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടും ഒരൊറ്റ മീറ്റിംഗിനും വരാറില്ല സത്യാമ്മ. എന്തിന് ജനറൽ ബോഡി യോഗത്തിൽ പോലും ഒന്ന് തല കാണിക്കാൻ വരാറില്ല. ഇങ്ങനെ പോയാൽ ഞങ്ങൾ കമ്മിറ്റി കൂടി മാഡത്തിനെ പുറത്താക്കുമേ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. സമയമില്ലാത്തോണ്ടോ ഡോക്ടർ സാറേ? അതുകൊണ്ടല്ലേ ഞാൻ ഭാരവാഹിത്വങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാന്ന് പറഞ്ഞത്. അത്യാവശ്യം എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ ചോദിച്ചാട്ടെ, അല്ലാതെ നേരിട്ട് വന്നുള്ള പരിപാടിയൊന്നും തൽക്കാലം പറ്റില്ല എനിക്ക്. എല്ലാം അറിയാം ഞങ്ങൾക്ക്. പക്ഷേ സമയമില്ലാത്ത സത്യാമ്മയെ ഇത്തിരി ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇത്തവണ വന്നിരിക്കുന്നത്. നമ്മുടെ ക്ലബ്ബ് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നവരെ അറിഞ്ഞിരിക്കുമല്ലോ. ഓ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ സത്യാമ്മയ്ക്ക് പേഴ്സണലായിട്ട് ലെറ്റർ അയച്ചിരുന്നു. ഞാനത് കണ്ടിരുന്നു. ഇത്തവണ എല്ലാം അങ്ങ് പൊളിച്ചടിക്കട്ടെ. അതെ അതെ, അതാണ് ഉദ്ദേശം. പിന്നെ വർഷാവർഷം നടത്തുന്നതാണെങ്കിലും ഇത്തവണ നമ്മൾ പ്രൈസ് മണി ഉയർത്തിയിട്ടുണ്ട്. 11,11,111 രൂപ. ഓ, നമ്മുടെ നാടിന്റെ തനതായ രുചി അറിയുന്ന കിച്ചണിലെ മഹാറാണിയെ കണ്ടെത്തുകയാണ് ഉദ്ദേശം. സത്യാമ്മയായിരിക്കും വിജയം നിശ്ചയിക്കുന്നതിന്റെ ജഡ്ജ്. ഞാനോ? ഏകകണ്ഠമായി എല്ലാരും തീരുമാനിച്ചതാ. ദയവായി എതിർപ്പൊന്നും പറയരുത്. അല്ല, അതിപ്പോ പ്ലീസ് നോ പറയരുത്. കണ്ടസ്റ്റന്റ് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ രുചിച്ചു നോക്കുക, പിന്നീട് മാർക്കിട്ട് വിജയിയെ തെരഞ്ഞെടുക്കുക. ഒരൊറ്റ ദിവസം 5 മണിക്കൂറിനുള്ളിൽ പ്രോഗ്രാം കഴിയും. അത്രേ ഉള്ളൂ. ശരി, സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സമയവും സ്ഥലമൊക്കെ ഈ ഇൻവിറ്റേഷനിലുണ്ട്. സത്യാമ്മ സമ്മതിക്കും മുമ്പ് തന്നെ ജഡ്ജായി പേരും വെച്ചു. സോറി കേട്ടോ. കൊള്ളാലോ. കോമ്പറ്റീഷന് കുറെ അധികം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ളതാ. എന്നാൽ ഓക്കെ സത്യാമ്മേ. ശരി, ചെന്നാട്ടെ. ഇത് സുസ്മിത എന്റെ ഭാവി മരുമകളായിട്ട് വരും. ഇവന് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണ. ഓ, ഐ സി. ബെസ്റ്റ് വിഷസ്. അല്ല, ഈ കുട്ടി കോമ്പറ്റീഷന് പേര് നൽകിയിട്ടുണ്ട്. ഞാൻ ആ ആപ്ലിക്കേഷന് എൻട്രി ഫീസ് വാങ്ങിയത്. ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അത്. ഇനിയിപ്പൊ എന്റെ ബന്ധു മത്സരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കുവോ? ഏയ്, ഇപ്പൊ ബന്ധുവായിട്ടില്ലല്ലോ. ആകുമ്പോ പറഞ്ഞാ മതി. ഇപ്പൊ അതൊന്നും വകവയ്ക്കേണ്ട ആവശ്യമില്ല. വാ, നമുക്കിറങ്ങാം. ആരാ ആന്റി അത്? അതെ, പെട്ടെന്നൊന്ന് പോയിട്ട് ജയിച്ചിട്ട് വരുമോ? ആ പ്രൈസ് മണി കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു പൊളിക്കാനേ. അതുകൊണ്ടാ. അല്ല, ശ്രീധനത്തിന്ന് അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാ മതി. ആണോ? എങ്കിൽ ഞാൻ വിന്നർ ആകുന്നുള്ളത് ഉറപ്പാ. നീ വിന്നർ നടന്നത് തന്നെ. അമ്മ നീ ഉണ്ടാക്കുന്ന കഴിച്ചിട്ടേ ആശുപത്രിയിലായില്ലെങ്കിൽ ഭാഗ്യം. ഏയ്,
അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതിനാ മാമാന്റിക്ക് ഇഷ്ടമുള്ളത് വെച്ച് വിളമ്പുന്ന ജയെ ഞാൻ ഹെൽപ്പറായിട്ട് കൊണ്ടുവന്നത്. എന്റെ ദൈവമേ, നിന്റെ കുരുട്ടുബുദ്ധി ഭയങ്കരം തന്നെ. ഒന്ന് പോവാവോ ദയവ് ചെയ്തിട്ട്? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാം. നോക്കിക്കോ, ഇതിന്റെ പ്രതികാരം ഞാൻ ഫസ്റ്റ് അടിച്ച് കാണിച്ചു തരും. ഹലോ ഹലോ. അങ്ങോട്ട് ചെന്നാ മതി. അവിടെ മേഡം. താങ്ക് യു. മാമാന്റി, ഞാൻ എത്തി. നമുക്ക് ഉടനെ തന്നെ മത്സരം തുടങ്ങിയാലോ? വിന്നറാവാൻ ഞാൻ റെഡി ആയിട്ട് വന്നതാ. സുസ്മിത, ഇത് നമ്മുടെ വീടല്ല. ആളും പരിസരവും അറിഞ്ഞു വേണം പെരുമാറാൻ. ദേ, അങ്ങോട്ട് പോയി ടേബിളിനടുത്ത് നിൽക്ക്. എനിക്കറിയാം മാമാന്റി ഇപ്പൊ എന്നോട് പരിചയം കാണിക്കാത്തത് ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ കിട്ടുമ്പോ പക്ഷപാതം കാട്ടിന്ന് പഴികേക്കാതിരിക്കാനല്ലേ. വേണമെങ്കി പരിചയമൊന്നുമില്ലാത്ത പോലെ ഞാനും അഭിനയിച്ചേക്കാം. എന്താ, അത് മതിയോ? സുസ്മിതെ, സത്യഭാമയാണ് വിധി കർത്താവെങ്കിൽ ഇവിടെ നീതിയെ നടക്കൂ. നിനക്കാണ് അർഹതയെങ്കിൽ നിനക്ക് തന്നെ സമ്മാനം ലഭിക്കും. അതിൽ മകളോ മരുമകളോ എന്ന പരിഗണനയൊന്നുമില്ല. നീ ഇപ്പോ മറ്റു മത്സരാർത്ഥികളിൽ ഒരാൾ മാത്രം. തൽക്കാലം അവരുടെ കൂടെ പോയി നിൽക്ക്. ആ, ഞാൻ പോവാം. എന്തായാലും 11 ലക്ഷം രൂപ എനിക്ക് തന്നെ വേണം. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. നമസ്കാരം മാഡം, ഞാനാണ് ഈ പ്രോഗ്രാമിന്റെ ആങ്കർ. എന്താ മോളുടെ പേര്? മേഘ. നല്ല പേര്. സത്യാമ്മേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ശോഭനെ, എന്താ പ്രശ്നം? അത് എല്ലാ വർഷവും നമ്മൾ ഫുഡ് കോമ്പറ്റീഷൻ നടത്തുമ്പോ ഇത്രയധികം മികച്ച കോമ്പറ്റന്റൻസ് എത്താറില്ല. ഇത്തവണ ആളെണ്ണം കൂടുതലാ. പേര് രജിസ്റ്റർ ചെയ്തവരുടെ പ്രൊഫൈലും ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ചു. ഒഴിവാക്കാൻ പറ്റുന്നവരൊക്കെ ഒഴിവാക്കിയിട്ടും 14ഓളം പേർ മത്സരത്തിനുണ്ട്. പക്ഷെ 6 ടീമിന് മത്സരിക്കാനുള്ള ഫെസിലിറ്റിയെ നമുക്കുള്ളൂ. നമുക്കിത് നറുക്കിടേണ്ടി വരും. ആയിക്കോട്ടെ, എവിടെയും ഭാഗ്യമെന്നൊരു ഘടകം കൂടി ഉണ്ടല്ലോ ശോഭനെ. ഇവിടെ എത്താനൊരു ഭാഗ്യം വേണം, മത്സരിക്കാൻ മറ്റൊരു ഭാഗ്യം, ഒന്നാമതെത്താൻ വേറൊരു ഭാഗ്യം. അതുകൊണ്ട് നറുക്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. ആയതിനാൽ ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച 6 പേരെ ഇപ്പോ ഇവിടെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. നറുക്കെടുപ്പാ? അപ്പൊ ശാരദാമ്മയുടെ പേര് നറുക്കിൽ വീണില്ലെങ്കിലോ? കൂടുതലൊന്നും ആലോചിക്കേണ്ട ആശാനെ. നറുക്ക് വീണില്ലെങ്കിൽ ഗോപി, അത്ര തന്നെ. ചോർന്ന് പറയാതറ. മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പിനായി ശ്രീമതി സത്യഭാമയെ ക്ഷണിക്കുകയാണ്. മാഡം, പ്ലീസ്. എന്റെ ദൈവമേ, അത് കുടുംബശ്രീയുടെ അവൻ പ്രാർത്ഥിക്കടാ. അത് എടുക്കുന്നതിന് മുമ്പ് വേണ്ട ആശാനെ പ്രാർത്ഥിക്കാൻ. ഇനിയിപ്പോ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ അടുത്ത് എത്തുവോ? പെടലി നോക്കി അടി വേണോ അത് പ്രാർത്ഥിക്കുന്ന നീ? ശരി ആശാനെ, അങ്ങനെ തന്നെ. മഹാഗണപതി, ആ കടലാസിൽ വേറെ ആരുടെങ്കിലും പേരാണെങ്കിൽ മാഞ്ഞു പോയിട്ട് കുടുംബശ്രീയുടെ പേര് തെളിയണേ. ചേച്ചിയുടെ പേരായിരിക്കും. നമ്മുടെ പേരിന് നറുക്ക് വീണില്ലെങ്കിലും സാരമില്ലടാ. കുടുംബശ്രീക്ക് നറുക്ക് വീഴാതിരുന്നാ മതിയായിരുന്നു. സുസ്മിത. അമ്മ നോക്കി. ഓഹോ, അത് ശരി. അപ്പൊ പോലീസ് വന്ന് എന്നെ മൂക്കി വലിച്ചേറ്റി കളയോ? ചേട്ടാ നോക്ക്, നമുക്ക് കാണാലോ.
എനിക്ക് അതെ, ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഞങ്ങൾ ഓട്ടോക്കാരെന്ന് ആരും കരുതണ്ട. ഞങ്ങൾക്ക് സംഘടനയും യൂണിയനൊക്കെ ഉണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക്. താങ്ക് യു മാം. വിത്ത് പ്ലഷർ. ശാരദാമ്മേ, 1ാം സ്ഥാനം കൊണ്ടേ മടങ്ങി വരാവും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം മോളെ. ഉറപ്പായും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ദേമേ, ഇനിയൊന്ന് ആഞ്ഞു പിടിച്ചാലേ സമയത്തിനെത്തും. അല്ല, താൻ എന്താ പറഞ്ഞേ? ശരിക്ക് കേട്ടില്ല. എന്നെ വെറുതെ തല്ലിയിനി നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന്. ഓ ആയിക്കോട്ടെ, പറഞ്ഞോളാം ഞാൻ. ശ്രീരഞ്ജിനെ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ആദ്യം ചെയ്തതേ ഈ പുതിയ സ്ഥലത്തെ പുണ്യാളന്മാരുടെ ഒരു കണക്കെടുപ്പാ. കൂട്ടത്തിൽ ആദ്യത്തെ 10 നമ്പറിൽ 1 തന്റേതായിരുന്നു. അന്ന് മനസ്സിലാക്കിയ തന്റെ പുണ്യപ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോ ഇപ്പൊ തനിക്ക് കിട്ടിയതേ ചെറിയൊരു ട്രയൽ ഷോയാ. പിന്നെ ഇത്രയും താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ വൈകുന്നേരം എന്റെ ഓഫീസിലേക്കൊന്ന് വാ. നമുക്കൊരു പുതിയ കണക്കെടുപ്പ് നടത്തിക്കളയാം. അടിയത്ര കൂടുതൽ തരണമെന്നറിയാൻ. പിന്നെ വരുന്ന വഴി നീ നിന്റെ യൂണിയൻകാരെ കൂടെ കൂട്ടിക്കോ. ഇപ്പോഴത്തെ ലോക്കപ്പിനൊക്കെ നല്ല വലുപ്പമാ. നമുക്ക് വേണ്ട പരിഹാരം ഉണ്ടാക്കിക്കളയാം. ചേച്ചി ഒരു മിനിറ്റ്. ആ കുട്ടി പറയ്. ബാലേന്ദ്ര, സംഗതി പൊളിഞ്ഞു. പൊളിഞ്ഞെന്നോ? ഇവിടെ ഒരു പീറ പെണ്ണിനെ തള്ളയും വെറും 10 മിനിറ്റ് പിടിച്ചിരുത്താൻ പറ്റാത്ത നീയൊക്കെ ഏത് ഗുണ്ടയാണ്? നിർത്തിയിട്ടവനെ. 10 മിനിറ്റ് അല്ല, 10 മണിക്കൂർ പിടിച്ചേർത്തിയനെ. പക്ഷേ അതിനിടയിൽ ആ ACP ശ്രീരഞ്ജിന് കയറി വന്നു. അവിടെ പാളിപ്പോയി നമ്മുടെ പ്ലാൻ. എവളെ കൊണ്ട് വലിയ ശല്യമായിരിക്കാണല്ലോ. ഒന്നും ചോദിക്കുകയും പറയാതെയും ഒറ്റ അടിയായിരുന്നു. എന്റെ കവളിന്റെ അലൈൻമെന്റ് പോയെന്നാ തോന്നുന്നു. കാശ് എണ്ണി തരുന്ന ജോലിക്ക് ഇത്തിരി റിസ്ക് ഒക്കെ കാണും. അത് മാത്രമല്ല, വൈകുന്നേരം എന്നോട് അവരുടെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. പഴയ കേസ് കേട്ടെ കുത്തിപ്പൊക്കുമെന്നാ ഇപ്പൊ സംശയം. എങ്കിൽ ഇപ്രാവശ്യത്തെ ഓണം സെൻട്രൽ ജയിലാന്ന് ഉറപ്പാ. ആണോ? അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും ജയിലിലേക്ക് പോകുമല്ലേ? കൂട്ടത്തിൽ ഒരു കേസ് കൂടി നമുക്കങ്ങ് ഉണ്ടാക്കിയാലോ? 25,000 രൂപ ഞാൻ കൂടുതൽ തരും. എന്തു പറയുന്നു? എന്ത് കേസ്? ആദ്യം അത് പറയും. കേട്ടിട്ട് ഞാൻ തീരുമാനിക്കാം സമ്മതിക്കണോ വേണ്ടിയെന്ന്. മണി ആകാറായി. കുടുംബശ്രീ ടീം ഇനിയും എത്തിയിട്ടില്ല. നമുക്ക് അടുത്ത ടീമിനെ സെലക്ട് ചെയ്ത് മത്സരം തുടങ്ങിയാലോ? ഇനിയും ഉണ്ടൊരു 3 മിനിറ്റ്. അതിനുള്ളിൽ കുടുംബശ്രീ ടീം എത്തിയില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. കുട്ടി. യെസ് മാം. ആദ്യ റൗണ്ടിന്റെ മത്സരഫലം പ്രഖ്യാപിക്കുകയാണ്. എലിമിനേറ്റ് ആയ പാർട്ടിസിപ്പൻസിന്റെ പേര് ശ്രീമതി സത്യഭാമ പറയുന്നതായിരിക്കും. ഈ റൗണ്ടിൽ എലിമിനേറ്റ് ആയത് ദേവി കൃഷ്ണ. ഈശ്വര ഭഗവാനെ.
ശാരദ ഇനിയും വെച്ചോണ്ടിരിക്കുന്നത്? സ്റ്റൗ ഒന്ന് സത്യാമ്മേ, എന്താ പിള്ളച്ചേട്ടാ? ജയയുടെ കുഞ്ഞിന് സുഖമില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു സത്യാമ്മേ. അയ്യോ, അവളെ പറഞ്ഞു വിടണം. അതിനെന്താ, പൊയ്ക്കോളാൻ പറയും. പകരം ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ നിന്നാ മതി. പിള്ളച്ചേട്ടന് വേണമെങ്കിലും നിൽക്കാം. അറിയാൻ സത്യാമ്മേ, സുസ്മിത മോള് നമ്മുടെ സ്വന്തം കുഞ്ഞല്ലേ. ജയ പൊയ്ക്കോട്ടെ, പകരം സഹായത്തിന് ഞാൻ എന്റെ മോളെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, എന്നാ നടക്കട്ടെ. ശരി സത്യാമ്മ. ജയ വാ. വാ മോളെ. സുസ്മിത മോളെ ഇവൾ സഹായിക്കും. എന്റെ മോളെ. എന്താ പേര്? അപർണ. ഒരു ടീമിനെ എലിമിനേറ്റ് ചെയ്ത് ബാക്കി 5 ടീമുകളുമായി ബ്ലൂ ഡയമണ്ട് കുക്കിംഗ് കോമ്പറ്റീഷന്റെ സെക്കൻഡ് റൗണ്ട് ആരംഭിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് വെജിറ്റബിൾ ചിക്കൻ. ഈ വിചിത്രമായ പേര് എന്താണെന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്. ആ കോൺസെപ്റ്റ് എന്താണ് എന്ന് പറയാം. ചിക്കൻ ഇല്ലാതെ ചിക്കൻ രുചി പച്ചക്കറിയിൽ സൃഷ്ടിക്കുക എന്ന മായാജാലത്തിന് വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എന്നർത്ഥം. കണ്ടും കേട്ടും പരിചയിച്ച വിഭവങ്ങൾ മാത്രമല്ല, പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിലും മിടുക്കിയായിരിക്കണം ബ്ലൂ ഡയമണ്ട് കിച്ചന്റെ മഹാറാണി എന്നതാണ് ഈ റൗണ്ടിന്റെ ഉദ്ദേശം തന്നെ. ഈ റൗണ്ടിനു വേണ്ടി ആകെയുള്ളത് 30 മിനിറ്റ് മാത്രമാണ്. അതിനുള്ളിൽ നിങ്ങൾ വിഭവം തയ്യാറാക്കിയിരിക്കണം. വെജിറ്റബിൾ ചിക്കനു വേണ്ടി ആ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന പച്ചക്കറികളിൽ ആവശ്യമുള്ളത് നിങ്ങൾക്കെടുക്കാം. പച്ചക്കറികൾ തിരഞ്ഞെടുക്കാനുള്ള സമയം 2 മിനിറ്റാണ്. ഓർക്കുക, ഈ 2 മിനിറ്റും മത്സര സമയമായ 30 മിനിറ്റിനുള്ളിൽ പെടുന്നതായിരിക്കും. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, 3, 2, 1 ഗോ. അതെടുത്തോ, വേഗം. നീ ചിക്കൻ മസാല തയ്യാറാക്ക്. ഞാൻ പോയി പച്ചക്കറി എടുത്തിട്ട് വരാം. ചില്ല. ചേച്ചി, ഒരു പപ്പടം. ആ, തരാം. വെള്ളം ചോദിച്ചിട്ട് കുറെ നേരം ആയല്ലോ. ചേച്ചി, ഇവിടെ ഒഴിക്കാൻ അല്പ ചമ്മന്തി വേണം. നീ ഇവിടെ എന്ത് മനോരഞ്ജം കണ്ടോണ്ട് നിൽക്കുക ശാരികെ? അങ്ങോട്ടൊന്നും വന്ന് സഹായിക്ക്. ഒരു വിത്തൗട്ട് ചായ പറഞ്ഞു കിട്ടിയില്ല. ശ്യാമ ക്ലാസ്സിന് പോയി, ശാരദാമ്മയും ശാലിനിയും കുക്കിംഗ് കോമ്പറ്റീഷനും പോയി. അപ്പൊ ഈ തിരക്കിന്റെ ഇടയില് നിനക്കൊരു കൈ സഹായിച്ചൂടെ? കോമ്പറ്റീഷന്റെ കാര്യം ഓർത്താ ചേച്ചി എനിക്ക് ടെൻഷൻ. അവിടെ എന്തായിന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. മത്സരിക്കാൻ പോയിരിക്കുന്നതേ കുടുംബശ്രീ ശാരദാമ്മയാ. ശാരദാമ്മ ട്രോഫിയും കൊണ്ട് കുടുംബശ്രീയിലോട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ തന്നെ മത്സരത്തിന് പോകാൻ ശാരദാമ്മ വെച്ച വ്യവസ്ഥ എന്താണെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ഹോട്ടലിലെ കാര്യങ്ങൾക്ക് ഒരു മുടക്കം വരരുതെന്ന്. നമ്മള് തൽക്കാലം അക്കാര്യം മാത്രം നോക്കിയാൽ മതി. അവനവനെ ഏൽപ്പിച്ച് ജോലി ചെയ്യുക. വാചടിച്ചിരിക്കാതെ നിങ്ങൾ വന്നേ, കാര്യങ്ങൾ നടക്കട്ടെ. ഇതെന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ഇതെന്താണെന്ന്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോയതാ, എന്റെ മോക്ക് കൊടുക്കാൻ. ഇത് കഴിച്ച് 5 വയസ്സുള്ള എന്റെ മോള്
ആശുപത്രിയില്ല. വയറിളക്കവും ഛർദിയും കൊണ്ട് വശം കെട്ട് ICUയിൽ കിടത്തിയിരിക്കുക എന്റെ കുഞ്ഞിനെ. ഇത് അവിടുന്ന് കിട്ടിയ ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ ബില്ല് രൂപ 15,000. ഇനി എത്ര ദിവസം കിടക്കണമെന്ന് അറിയില്ല. എത്ര രൂപ ചെലവാകുമെന്നും. ഈ റബ്ബർ ബാൻഡ് വലിയുന്നത് പോലെ അകത്ത് നൂലുള്ള ആഹാരം കഴിച്ചതുകൊണ്ടാ എന്റെ കുഞ്ഞ് ചാകാൻ കിടക്കുന്നത്. അതിന് ഇന്നലെ ഇവിടെ പരിപ്പോടെ ഉണ്ടാക്കിയില്ലല്ലോ. നിങ്ങൾ ഇവിടെ വന്ന ഓർമ്മയും ഞങ്ങൾക്കാർക്കും ഇല്ല. കൊള്ളരുതായി കാണിച്ചിട്ട് ന്യായം പറയാൻ നിൽക്കരുത്. നിനക്കൊക്കെ പഴകിയതും പുളിച്ചതും വിറ്റ് കാശുണ്ടാക്കണമെങ്കിൽ പരീക്ഷണം നടത്തുന്നത് എന്റെ കുഞ്ഞിന്റെ വയറ്റിലല്ല. കേട്ടോടി. പുറത്തേക്കിറങ്ങല്ലോ. പുറത്തേക്കിറങ്ങി പറഞ്ഞില്ലേ? ഒരുത്തനും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഇറങ്ങി പൊക്കല്ലോ. എനിക്ക് കാണണം അവളുടെ കുടുംബശ്രീയിൽ എങ്ങനെ കച്ചവടം നടക്കുമെന്ന്. ഇറങ്ങി പോവല്ലോ. ഇറങ്ങി പോവാൻ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ പോലീസിനെ വിളിക്കാൻ പോവാ. വിളിക്കണി പോലീസിനെ. പോലീസിനെയും ഭക്ഷ്യവകുപ്പിനെയും എനിക്ക് വിളിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്ക് തോന്നി എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എങ്ങനെ തീർപ്പുണ്ടാക്കണമെന്ന്. ഇതിന് ശാരദാമ്മ സമാധാനം പറയാതെ പോലീസോ പട്ടാളോ ഇവിടെ കാല് കുത്തി കുടൽമാലെടുക്കുക. എല്ലാത്തിന്റെ കുടുംബശ്രീയിലെ ആരാധകരും ആഭിതേകാംക്ഷികളും കേൾക്കാൻ വേണ്ടി പറയാ. ഒരു 20 മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ളിൽ ശാരദ ഇവിടെ വന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ കോഴിക്കൂടി ഞാൻ തല്ലി പൊളിക്കും. ഇങ്ങോട്ട് പറയടാ, ആരടാ നിന്നോട് പറഞ്ഞോട്ട്? പറയടാ. ബാലേന്ദ്രൻ, രാജേശ്വരിയുടെ അനിയന. ഓ, ദാസോ, കത്തി പിടിച്ചോളൂ. ഇതെന്തിനാന്നറിയോ? കുടുംബശ്രീയിൽ വന്ന് കന്നന്തിരിവ് കാണിച്ചേ. ഇത് നീ ബാലേന്ദ്രന്റെ കൊട്ടേഷേറ്റേൻ. ഇതൊരു 6 മാസത്തെ ഇൻസ്റ്റാൾമെന്റ്. ഇത് നീ ആശുപത്രി ചെലവിന് വെച്ചോ. ഒന്ന് മെഡിക്കൽ കോളേജിലേക്ക്, രണ്ടാമത് കുഞ്ഞുലക്ഷ്മിയെ ചികിത്സിക്കുന്ന ആയുർവേദ ആശുപത്രിയിലേക്ക് വെച്ചോ. മര്യാദക്ക് മേടിക്കടാ, ഇല്ലെങ്കിൽ ആശാന്റെ കയ്യിൽ നിന്ന് ഒരു 6 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് കൂടി കിട്ടും നിനക്ക്. ചേച്ചി, വേറൊരു ആപ്പ് ഉണ്ടായിരുന്നു. മത്സരാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഇനി 30 സെക്കൻഡുകൾ കൂടി മാത്രം. എന്തായി കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അവന്റെ അസുഖത്തിനുള്ള ചികിത്സ അങ്ങ് കൊടുത്തു. നോക്കാതെ ജോലി. കുടുംബശ്രീ എന്നുള്ള പേര് കേട്ടാ ഇനി അവ ഉറക്കത്തിൽ വരെ ഞെട്ടുന്ന് ഉറപ്പാ. അയ്യോ, ശാരികേച്ചി ശ്യാമയും അവർക്കൊന്നും ഒരു കുഴപ്പമില്ലടോ. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ടെൻഷനേ ഉള്ളൂ. ദൈവം അയാളെ ഇവിടെ എത്തിച്ചത്. നല്ല കുട്ടി.
സോറി. താങ്ക് യു വെരി മച്ച്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. 2ാം റൗണ്ടിന്റെ റിസൾട്ട് ഇപ്പൊ പറയും. ബ്ലൂ ഡയമണ്ട് കുക്കിംഗ് കോമ്പറ്റീഷന്റെ 3rd ആൻഡ് ഫൈനൽ റൗണ്ട് ആരംഭിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് 3 ടീമുകൾ മാത്രം. ഫസ്റ്റ് പ്രൈസ് ആയ 11 ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസും ട്രോഫിയും ഇതിൽ ഒരു ടീമിന് സ്വന്തമായിരിക്കും. പ്ലീസ് നോട്ട്, നമ്മുടെ ഈ 3ാം റൗണ്ട് പരമ്പരാഗത വിഭവങ്ങളുടേതായിരിക്കും. അത് തയ്യാറാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 40 മിനിറ്റ് ആയിരിക്കും. നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ ഉണ്ടാക്കിയിരുന്ന നാടൻ വിഭവങ്ങൾ, നാവിൻ തുമ്പിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ആ നൊസ്റ്റാൾജിക് ടേസ്റ്റ്, അതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പാരമ്പര്യത്തെ നമുക്ക് മടക്കി തരൂ. 11 ലക്ഷം നിങ്ങൾക്ക് സ്വന്തം. അതാണ് ഇവിടെ ഇന്ന് നമ്മുടെ ലക്ഷ്യവും. ഇനി എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് എടുക്കാം. അമ്മേ, നമുക്ക് കപ്പ പുഴുക്കും കാന്താരി മുളക് ഉടച്ചത് ഉണ്ടാക്കാമേ. അയ്യോ മോളെ, അതിന് കപ്പയ്ക്കൊക്കെ സമ്മാനം കിട്ടുമോ മോളെ? യോ അമ്മേ, അതല്ലേ മത്സരം. അമ്മ ഉണ്ടാക്കുന്ന കപ്പ പുഴുക്കിന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ വയല് കപ്പലോടും. നല്ല നാടൻ വെളിച്ചെണ്ണയില് കാന്താരി മുളക് ഉടച്ചതും ചെറിയ ഉള്ളിയും ചേർത്ത് വെച്ചൊരു പിടി പിടിച്ചാലേ 11 ലക്ഷവും ട്രോഫിയും ശാരദാമ്മയുടെ കാൽക്കൽ വെച്ച് സാഷ്ടാംഗം നമസ്കരിക്കും ഏത് സത്യഭാമയും. ആണോ? നമ്മളെന്താ ഉണ്ടാക്കുക? നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കാം. ചക്കപ്പായസം പരമ്പരാഗത വിഭവമാണോ? ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു പണ്ടുള്ളവര്, പിന്നെയാണോ ചക്കപ്പായസം ഉണ്ടാക്കിയാല്? എന്ന് റെഡി ആയിക്കോ. മോനെ, ശാരദാമ്മയ്ക്ക് എന്താ പറ്റിയേ? രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നോ? ഉപവാസത്തിലായിരുന്നു മോനെ. ഈ മത്സരം ജയിക്കാൻ, ഈ മത്സരത്തിൽ ജയിച്ചാ നമ്മുടെ കുടുംബം ഒന്നടങ്കം ജയിക്കും. പ്രായമായ കാര്യം അപ്പൊ ഓർത്തില്ല, ശരീരം അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അല്ല, അവിടെ എന്താ ഈ മത്സരം? പാചകമെല്ലാം തീർന്നു. സത്യാമ്മ ഇപ്പൊ രുചിച്ചു നോക്കി മാർക്കിട്ടോണ്ടിരിക്കുക. ഉടൻ തന്നെ ഫലം പ്രഖ്യാപിക്കും. അയ്യോ, എന്നാ എനിക്ക് ഉടൻ തന്നെ അങ്ങോട്ട് പോണം. ഡോക്ടർ പ്ലീസ്. ടെൻഷൻ അടിക്കണ്ട, പതുക്കെ എഴുന്നേറ്റോളൂ. ടെൻഷൻ എടുക്കരുത്. നമുക്ക് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.